எல்லாருக்கும் நமஸ்காரம். நான் தமிழ்நாடு. தமிழில் பேசினா எல்லாருக்கும் புரியுமா என்னன்னு எனக்கு தெரியல. പുരിയുമോ? കുറച്ച് മലയാളം അറിയാം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പറയുമ്പോൾ ചില വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ തമിഴ് സംസാരിക്കാം കേട്ടോ. நான் தூத்துக்குடி டிஸ்ட்ரிக்ட். என் பையன் சச்சின் ஆதித்யா ஃபஸ்ட்டு +2 முடிச்சுட்டு ரிப்பீட்டட் கோர்ஸ் வந்து இந்த இன்ஸ்டியூட்டில் வந்து நான் சேர்த்துருக்கிறேன். இந்த இன்ஸ்டியூட்டை பற்றி நான் நிறைய கேள்விப்பட்டேன். தமிழ்நாட்டில் எத்தனையோ இன்ஸ்டியூட் இருக்குது. என்னாலும் கூட அந்த இன்ஸ்டியூட்டில் வந்து பணத்துக்கு தான் இம்பார்ட்டன்ட் கொடுக்குறாங்க. படிப்புக்கு வந்து ரொம்ப இம்பார்ட்டன்ட் கிடையாது. அது போக டீச்சர்ஸ் எல்லாருமே இங்கே இருந்து தான் அங்கே வந்து சொல்லிக் கொடுக்குறாங்க. அதாவது கேரளத்து டீச்சர்ஸ் தான் தமிழ்நாட்டில் வந்து சொல்லிக் கொடுக்குறாங்க. அப்படிங்கையில் நான் அந்த கேரளாவிலே கொண்டு வந்து நம்ம பையனை சேர்த்து விடணும். அப்புறம் சாருடைய இந்த இன்ஸ்டியூட்டை பற்றி நான் கேள்விப்படும்போது ஃபீஸும் மற்ற இடத்த விட கம்மி, அதே நேரத்தில் கேரிங், அதாவது மற்ற இன்ஸ்டியூட்டை விட டீச்சர்ஸு இந்த ஸ்டாஃப் எல்லாருமே நல்ல ஒரு குட் கேரக்டர். எனக்கு ரொம்ப இஷ்டப்பட்டேன். என் ஆட்டி இவட வருമ്പോൾ അഡ്മിഷൻ വേണ്ടി വരുമ്പോൾ ഇവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാണ്. എൻ്റെ മോന് മാത്രമേ തമിഴിൽ ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മലയാളിയാണ്, പക്ഷേ എൻ്റെ മോന് മാത്രം തമിഴാണ്. നാളുണ്ടാ അത് ശരി, പിന്നെ വന്നതായിരിക്കും. ഞാൻ വരുമ്പോൾ ഇവന് മാത്രമേ ഉണ്ടായിരുന്നു. അവനക്ക് കുറച്ച് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. എനിക്ക് കുറച്ച് മലയാളം അറിയാം, പക്ഷെ അവനക്ക് ഒട്ടും അറിയില്ല. അതുകൊണ്ട് അവൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞ് ഡോക്ടറിന് മാത്രം പഠിച്ചാൽ പോരാ, അതർ ലാംഗ്വേജ് ഒന്നുകൂടി നമുക്ക് പഠിച്ചാൽ നല്ലതാണ് ഈ ലോകത്ത്. അതുകൊണ്ടാണ് അവനെ ഇവിടെ ചേർത്തയച്ചത്. പിന്നെ അവൻ്റെ ക്യാരക്ടറൊക്കെ ഒരുമാതിരി പഠിക്കാൻ ഇഷ്ടമില്ലാത്ത, തമിഴ്നാട്ടിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പോടെ ചേർന്ന് ചുറ്റി ഇങ്ങനെയൊക്കെ ഇരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഹോസ്റ്റലിലുള്ള വാർഡൻ ആ സാറൊക്കെ നല്ല സാറാണ്. അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും ഫോൺ ചെയ്ത് പ്രത്യേകിച്ച് അവരുടെ അടുത്ത് എൻ്റെ മോനെ പറ്റി ഞാൻ വിചാരിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ഉണ്ട് അവൻ്റെ ക്യാരക്ടറൊക്കെ അത്രയും മാറി. അവനെ ഇപ്പോഴും നല്ല പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാക്കി ഉരുവാക്കി കൊടുത്ത ഈ സാറിൻ്റെ കോച്ചിങ് സെൻ്ററാണ്. അതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയാണ്. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻറ്റും വലിയ പണക്കാരൊന്നും ഇല്ല. മിഡിൽ സ്റ്റുഡൻറ്റും ഉണ്ട്, പണക്കാർ സ്റ്റുഡൻറ്റും ഉണ്ട്. എന്നാലും കൂടെ പണം കൊടുത്ത് ഇന്ന് പഠിക്കണമെങ്കിൽ MBBS പഠിക്കണമെങ്കിൽ 1 കോടി 1.5 കോടി രൂപ വേണം. അത് എല്ലാവരുടെ ഇരിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ അച്ഛനും അമ്മയും ഏതോ ഒരു ജോലി ചെയ്ത് ഇവിടെ നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വയ്ക്കുകയാണ്. നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് പഠിക്കണം. പക്ഷെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ പസങ്ങളും ശരി, കൊച്ചുങ്ങളും പെണ്ണുങ്ങളും ശരി എപ്പോഴും ഫോണെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. സാറ് മിണ്ടിയത് ഒരു 75% സ്റ്റുഡൻറ്റ് നോക്കിയിട്ടില്ല അല്ലേ? അതില്ലെന്ന് പറയൂ. എല്ലാവരും അങ്ങനെയാണ് ഇരുന്നത്. പക്ഷെ ഞാൻ സൂചിച്ചു നോക്കി. പക്ഷെ എനിക്ക് മലയാളം അറിയില്ല. എന്നാലും കൂടെ അവർ സംസാരിക്കുന്നത് ഒന്നും മാഡം പറഞ്ഞതുപോലെ മോട്ടിവേഷൻ എങ്ങനെ ഇരിക്കണം ഒരു സ്റ്റുഡൻറ്റ്, ഒരു പാരൻസ് എങ്ങനെ ഇരിക്കണം എന്നാണ് അവർ പറഞ്ഞു കൊടുത്തത്. ഇത് എല്ലാമേ നമ്മളൊരു ലോകത്തിൽ എല്ലാവർക്കും தேவைப்படுന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണം. ഇവർ ചൊല്ലിക്കൊടുത്ത എല്ലാ விஷயங்களும் ஒவ்வொரு பேரண்ட்ஸும் கவனிக்கணும், ஸ்டூடெண்ட்டும் கவனிக்கணும். ஆனால் ஸ்டூடெண்ட்டு முக்கால்வாசி பேர் ஃபோனை தான் பார்த்துட்டு இருந்தீங்க. அதை நான் நல்லா பார்த்தேன். அப்படியெல்லாம் செய்யாதீங்க. உங்களுடைய எதிர்காலத்துக்காகத்தான் இவர் வந்து இங்கே வந்து 3 மணி நேரம் பேசிகிட்டு இருக்காரு. அதனால் எல்லாரும் இனிமேல் நான் சொல்கிறேன், இருக்கிற 4 மாதத்தில் நல்லபடியாக படித்து இனிமேல் இப்போ சச்சின் அப்படின்னு நீங்கள் உள்ளே வந்த என் பையன் டாக்டர் சச்சின் அப்படின்னு சொல்லி வெளியே போகணும். அதே மாதிரி ஒவ்வொருத்தருடைய பேரண்ட்டும் தான் பிள்ளைங்களை சில கனவோட படிக்க அனுப்பியிருக்கிறாங்க. அந்த கனவை எல்லாரும் நினைவாக்கி கொடுக்கணுங்கிறது என்னுடைய வேண்டுதல். நன்றி.